everyone, welcome to I Plus Training Solutions. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HSST ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, HSST ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് മുൻകാലങ്ങളിൽ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഷോർട്ട് ടൈമിൽ നമ്മൾ വലിയ വലിയ കോംപ്ലക്സ് ടോപ്പിക്കുകൾ പഠിച്ചു പോവുകയാണ് അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റുകളും അതുപോലെ തന്നെ ആ ഒരു ഐഡിയാസും ഒക്കെ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമുക്ക് ഓക്സ്ഫോർഡ് ഇൻ വെക്കേഷൻ ഡ്രീം ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള എസ്സേ നമുക്ക് പഠിക്കാനുണ്ട്. ഇത് നമ്മുടെ സ്വന്തം ചാൾസ് ലാംബ് തയ്യാറാക്കിയതാണ്. ഓക്കെ, ചാൾസ് ലാംബ് സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ചാൾസ് ലാംബിന്റെ പെൺ നെയിം എന്താണെന്നറിയാമോ? ഏലിയ എന്നാണ് അല്ലെ. ഏലിയ എന്നുള്ള പെൺ നെയിം ആണ് നമ്മുടെ ലാംബ് സ്വീകരിക്കാറുള്ളത് റൈറ്റിംഗ്സിനായിട്ട്. ഓക്കെ, അപ്പം ഓക്സ്ഫോർഡ് ഇൻ വെക്കേഷൻ ഡ്രീം ചിൽഡ്രൻ. Charles Lamb's essay Oxford in the Vacation is a nostalgic piece about visiting Oxford during holidays. Okay, contrasting his clerk's life with the academic atmosphere, while Dream Children a reverie is about his imagining his own children and telling them stories, a poignant reflection on lost love, അതുപോലെ തന്നെ ഫാമിലി, എവറിത്തിങ് ഈസ് ബീങ് ഡിസ്പ്ലേഡ് ഓവർ ദെയർ അല്ലേ. അതായത് നമുക്കൊരു ഫോർമൽ ടോൺ കാണാൻ സാധിക്കുന്ന എസ്സേ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓക്സ്ഫോർഡ് ഇൻ വെക്കേഷൻ ആണ് കേട്ടോ. ഓക്സ്ഫോർഡ് ഇൻ ദ വെക്കേഷൻ ആണ്. എന്നാൽ ഡ്രീം ചിൽഡ്രനെ റെവറി കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ലാംബ് തന്നെ തൻ്റെ കുട്ടികളോട് തൻ്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് പറയുന്ന പെർസ്പെക്റ്റീവ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അച്ഛൻ മക്കളോട് തൻ്റെ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു എന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു നോട്ടാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, ആൻഡ് യു നോ ദാറ്റ് ഇതൊക്കെ തന്നെ ഇമാജിനറി ആയിട്ടുള്ള ചിൽഡ്രൻ ആണ് അല്ലെ. കാരണം ഈ ഒരു എസ്സേ എഴുതുന്ന സമയത്ത് ലാംബ് ഈസ് സ്റ്റിൽ എ ബാച്ചിലർ അല്ലെ. ഇനി അതുപോലെ തന്നെ തൻ്റെ ഒരു ലോസ് ലവിനെ കുറിച്ചും കൂടെ പറയുന്നുണ്ട്. ആൻ സൈമൺസ് എന്നുള്ള ഒരു പേര് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദ റൈറ്റേഴ്സും അവരുടെ സെമി ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ളതുമായ റൈറ്റിംഗ്സിൽ ഇതുപോലെ തന്നെ തൻ്റെ ലോസ് ലവിനെ കുറിച്ചും അതുപോലെ തന്നെ തൻ്റെ ലോസ് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. ഇവിടെ ലാംബ് ഷെയർ ചെയ്തിട്ടുള്ള പേരെന്ന് പറയുന്നത് ആൻ സൈമൺസ് എന്ന് പറയുന്ന ഒരു ലേഡിയുടെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഓക്സ്ഫോർഡ് ഷോസ് ഹിസ് ലോങ്ങിങ് ഫോർ ലോ സ്റ്റുഡന്റ് ലൈഫ്. ഓക്കെ, ഫീച്ചറിംഗ് ആബ്സെന്റ് മൈൻഡഡ് സ്കോളർ ജോർജ് ഡയർ. ഡ്രീം ചിൽഡ്രൻ uses imagination to explore his personal grief and unfulfilled desires, ending with his real loneliness. Okay, നമുക്കായാലും ഇന്ന് നമ്മൾ പഠിച്ച സ്കൂളും കോളേജും ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, പലർക്കും ചിലപ്പോൾ അവിടെ തന്നെ അധ്യാപകരാവാനുള്ള അവസരമൊക്കെ ലഭിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവിടെ തന്നെ ഏതെങ്കിലും ഓഫീസ് പോസ്റ്റുകളിൽ ജോലി ചെയ്യാനുള്ള അവസരമൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. എന്നാലും നമ്മുടെ സ്റ്റുഡൻറ് ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു നൊസ്റ്റാൾജിയ അല്ലേ. കാരണം ആ സമയത്ത് നമുക്കുള്ള ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ തന്നെ ആ സമയത്ത് നമ്മൾ പലപ്പോഴും അലസത മൂലം ചെയ്യാതെ പോയ ചില കാര്യങ്ങളുണ്ടായിരിക്കും. ഇന്ന് നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് ഇന്ന് പോകാൻ സാധിച്ചായിരുന്നെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്ത് മടങ്ങി വരായിരുന്നു അല്ലേ. അപ്പൊ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ലൈഫിൽ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ആലോചിച്ച് ചെയ്യണം എന്ന് പറയുന്നതിന്റെ റീസൺ അതാണ്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൺ ആണ് അല്ലേ. ഫസ്റ്റ് ടൈം നമ്മൾ ഡൺ ചെയ്ത കാര്യമാണ്, എല്ലാവരും ചെക്ക് ചെയ്തിരിക്കും ഉറപ്പായിട്ടും. ഇനി നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ഉണ്ടായ സിറ്റുവേഷനെ നമുക്ക് റിക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, കറക്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു നൊസ്റ്റാൾജിക് മൂഡിലാണ് ശരിക്കും ചാൾസ് ലാംബ് ഇരിക്കുന്നത്. ഓക്കെ, ചാൾസ് ലാംബിന് നല്ല രീതിയിൽ ലോൺലിനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അന്ന് ഓക്സ്ഫോർഡിൽ ഉണ്ടായിരുന്ന കമ്പനി ഒന്നും ഇന്ന് അവിടെ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ, എന്നാൽ അദ്ദേഹത്തിന്റെ ഗ്രീഫ് ഷെയർ ചെയ്യുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള എസ്സേ തന്നെയാണ് ഡ്രീം ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പൊ കമ്പാരിസൺ ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്സ്ഫോർഡ് ഇൻ ദ വെക്കേഷനകത്തുള്ള തീം വരുന്നത് ഓഫ് കോഴ്സ് നൊസ്റ്റാൾജി ഉണ്ട്, മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഫൈൻഡിങ് ജോയ് ഇൻ സിമ്പിൾ പ്ലഷേഴ്സ് അവേ ഫ്രം വർക്ക് അല്ലെ. അതായത് നമ്മൾ ലീവ് ഇൻ ദ മൊമെന്റ് എന്ന് പറയും അല്ലെ. ലീവ് ഇൻ ദ മൊമെന്റ്, കാർപേഡിയം കോൺസെപ്റ്റ്സിലൊക്കെ പലരും വിശ്വസിക്കാറുണ്ട് അല്ലെ. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നിമിഷമാണ് നമ്മൾ ഉള്ളത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്ന നിമിഷത്തിലാണ് നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇനി മുന്നോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓരോ സെക്കൻഡും എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള അവസരമാണ്. നമുക്ക് നമ്മളെ തന്നെ മാറ്റിയെടുക്കാനായിട്ട്, നമ്മളെ തന്നെ മോൾഡ് ചെയ്തെടുക്കാനായിട്ടൊക്കെ സാധിക്കുന്ന അവസരമാണ് അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും അങ്ങനെയുള്ള ഡിസിഷൻസ് ഒക്കെ എടുത്തു വെക്കും, പക്ഷെ അതങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യാനായിട്ടും കൂടെ നമ്മൾ ശ്രമിക്കണം. ഓക്കെ, ആ ഒരു പെർസ്പെക്റ്റീവ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നഷ്ടപ്പെട്ടു പോയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഓർത്ത് ഇപ്പൊ നമ്മുടെ ലാംബ് വിഷമിക്കുന്നുണ്ട്. കോണ്ടന്റ് പറയാനാണെങ്കിൽ ലാംബ് ഡിസ്ക്രൈബ്സ് എ സോളിറ്ററി വോക്ക് ത്രൂ ഓക്സ്ഫോർഡ്സ് ഹാൾസ് ആൻഡ് ലൈബ്രറീസ് ഡ്യൂറിംഗ് വെക്കേഷൻ അല്ലെ. വെക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ആൾക്കൂട്ടം ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഹിസ് ഓൺ അൺഫുൾഫിൽഡ് യൂണിവേഴ്സിറ്റി ഡ്രീംസ് അല്ലെ. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ യൂണിവേഴ്സിറ്റി ഡ്രീംസിൽ അദ്ദേഹത്തിന് സാറ്റിസ്ഫൈ ചെയ്തെടുക്കാൻ സാധിക്കാതെ പോയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു പോയിന്റും നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. കീ ക്യാരക്ടർ പറയാനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫ്രണ്ടായ ജോർജ് ഡയറിനെ കുറിച്ച് പറയുന്നുണ്ട്. എ ലേൺഡ് ബട്ട് ആബ്സെന്റ് മൈൻഡഡ് സ്കോളർ ഈസ് എ സെൻട്രൽ ഫിഗർ
സിംബലൈസിങ് ഡീപ്പ് ഇംപ്രാക്ടിക്കൽ സ്കോളർഷിപ്പ് അല്ലെ, വളരെ അറിവൊക്കെയുള്ള വ്യക്തിയാണ്, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ആബ്സെന്റ് മൈൻഡഡ്നെസ് ഉള്ള ആളാണ്. ഓക്കെ, അതായത് ഒരു കാര്യങ്ങളും കൃത്യമായി ചെയ്യാറില്ല, എല്ലാത്തിനകത്തും ഒരു ആബ്സെന്റ് മൈൻഡ് ടോൺ കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഡ്രീം ചിൽഡ്രൻ റെവറിയുടെ പ്രത്യേകത, ഇതിനകത്ത് മെമ്മറിയും ലോസും പവർ ഓഫ് ഇമാജിനേഷനും അൺഫുൾഫിൽഡ് ഫാമിലി ലൈഫും ഒക്കെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചാൾസ് ലാംബിന് ഒരു സഹോദരിയുണ്ട്, മേരി ലാംബ് എന്നാണ് പേര്. ഓക്കെ, ഇവരൊക്കെ വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ റൊമാൻറ്റിക് പീരീഡാണ്. എന്ന് പറയുമ്പോൾ നേച്ചറിനൊക്കെ ഫോക്കസ് കൊടുത്ത് ഏത് തീം വേണമെങ്കിലും റൈറ്റേഴ്സിന് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. ഓക്കെ, മേരി ലാംബിന് കുറച്ച് ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, മെന്റൽ ടെൻഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അത് കാരണം അവരൊരു സോളിറ്ററി ലൈഫിലേക്ക് പോകുമെന്ന് ഫീൽ ചെയ്തപ്പോൾ ചാൾസ് ലാംബ് എന്ത് തീരുമാനിച്ചു, ഇനി താനും വിവാഹമൊന്നും കഴിക്കുന്നില്ല, മേരി ലാംബിനോടൊപ്പം തുടരുകയാണ്, തന്റെ സിസ്റ്ററിന് ഒരു തുണയായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള ഡിസിഷനൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഫാമിലി ലൈഫ് എന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. വൈഫ്, കുട്ടികൾ, ആ ഒരു ചിന്തയൊന്നും അദ്ദേഹത്തിന് അങ്ങോട്ട് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഓക്കെ, സോ തീമായിട്ട് നമുക്ക് മെമ്മറി ഉണ്ട്, ലോസ് ഉണ്ട്, പവർ ഓഫ് ഇമാജിനേഷൻ, അതുപോലെ തന്നെ അൺഫുൾഫിൽഡ് ആയിട്ടുള്ള ഫാമിലി ലൈഫ്. ഓക്കെ, അതിനകത്തിൽ ചെറിയ നിരാശയൊക്കെ ഇപ്പൊ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് കണ്ടന്റ് പറയാനാണെങ്കിൽ ലാം ഇമാജിൻസ് ഹിംസെൽഫ് വിത്ത് 2 children, ആലീസ് ആൻഡ് ജോൺ. ആ കുട്ടികൾക്ക് പേര് കൊടുക്കുന്നുണ്ട്, ആലീസ് എന്നും ജോൺ എന്നും ആ പേര് കൊടുക്കുന്നത്. ടെല്ലിംഗ് ദം സ്റ്റോറീസ് അബൌട്ട് ദെയർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ആൻഡ് ഹിസ് ഓൺ യൂത്ത്ഫുൾ റൊമാൻസ് വിത്ത് ആലീസ് ആൻഡ് സൈമൺസ്. ഓക്കെ, എന്നിട്ട് പറയാണ്, ഇപ്പം ഒരു അച്ഛൻ കുട്ടികളോട് അച്ഛന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് പറയാണ് അല്ലെ. ആ സമയത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിനെ കണ്ടിട്ടില്ലല്ലോ, അവരുടെ ക്വാളിറ്റീസ് ഇതായിരുന്നു, ക്യാരക്ടർ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു യൂത്ത്ഫുൾ റൊമാൻസ് ഉണ്ടെന്ന് ഫാദർ ആഡ് ചെയ്യുന്നുണ്ട്. പേര് പറയുന്നത് ആൻ സൈമൺസ് എന്നാണ്. ഓക്കെ, ആൻ സൈമൺസ് എന്ന് പറയുന്ന ഒരു ലേഡിയെ കുറിച്ചാണ്. അപ്പൊ ശരിക്കും ഇമാജിനറി ആയിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ ആലീസും ജോണും. ഓക്കെ, അതായത് ലാംബ് വിചാരിക്കുകയാണ് താൻ മാരീഡ് ആണെന്നും അതുപോലെ തന്നെ തനിക്ക് 2 കുട്ടികളുണ്ടെന്നും അവരോട് തന്റെ കുട്ടിക്കാലത്തെ കുറിച്ചുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്യുകയാണെന്നുമാണ് ഇതിനകത്ത് ഇദ്ദേഹം ഇമാജിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ബാച്ചിലർ ആംചെയർ എന്ന് പറയുന്ന ഒരു ഐഡിയ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്റെ ബാച്ചിലർ ലൈഫിനിടയിലാണ് ഈ ആം ചെയറിൽ ഇരുന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം സ്വപ്നം കാണുന്നത്. ഓക്കെ, അപ്പോൾ ഡ്രീം ചിൽഡ്രനെ റെവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ഡ്രീം, പകൽ സ്വപ്നം ഇല്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, സിംബലിസം ഉണ്ട്. ദ ചിൽഡ്രൻസ് ഡിസ്അപ്പിയറൻസ് അറ്റ് ദ എൻഡ് സിഗ്നിഫൈസ് ദ ഫേഡിംഗ് ഓഫ് ഹിസ് ഇമാജിൻഡ് ഫാമിലി ആൻഡ് ദ ഹാർഷ് റിട്ടേൺ ടു ഹിസ് സോളിറ്ററി റിയാലിറ്റി ആസ് ആൻ അൺമാരീഡ് മാൻ. അല്ലേ, അവസാനം ഇദ്ദേഹം കണ്ണു തുറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തന്റെ ചിന്ത അല്ലെങ്കിൽ തന്റെ ആ ഒരു ഫാലസിയിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട് ഈ ആലീസും ജോണും ഒന്നും അവിടെ ഇല്ല അല്ലെ എന്ന് പറഞ്ഞ് ഇതെല്ലാം തന്റെ ഭാവനയായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഓക്കെ, സോ കണക്ഷൻ പറയാൻ ബോത്ത് എസേസ് ആർ ഡീപ്ലി ഓട്ടോബയോഗ്രഫിക്കൽ. രണ്ടിനകത്തും ലാംബിന്റെ ജീവിതമാണ് പറയുന്നത്. എക്സ്പ്ലോറിംഗ് ലാംബ്സ് ഇന്നർ വേൾഡ്, ബട്ട് ഓക്സ്ഫോർഡ് ഈസ് അബൌട്ട് ഇന്റലക്ച്വൽ ലോങ്ങിങ് ആൻഡ് എസ്കേപ്പ്, വൈൽ ഡ്രീം ചിൽഡ്രൻ ഈസ് അബൌട്ട് പേഴ്സണൽ ലോസ് ആൻഡ് ദ പോയിന്റന്റ് ക്രിയേഷൻ ഓഫ് എ ഫാമിലി ദാറ്റ് നെവർ വാസ്, ഹൈലൈറ്റിംഗ് ഹിസ് പ്രൊഫൗണ്ട് മെലങ്കളി. അല്ലെ, മെലങ്കളി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സാഡ്നസ് എന്നാണ്. നമ്മൾ ഓൺ ടൈമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ അല്ലെ, ഇപ്പൊ നമ്മുടെ ചാൾസ് ലാംബ് പറയുന്ന ഒരു സ്റ്റേജിലായിരിക്കും നമ്മളുള്ളത്. ഓക്കെ, ഓരോന്നും ചെയ്യാനായിട്ടുള്ള ഒരു ആപ്റ്റ് ടൈം ഉണ്ട്. ഇനി നമുക്ക് വലിയൊരു കൺഫ്യൂഷൻ വരും, അത് ഏതാണ് ആപ്റ്റ് ടൈം എന്ന്. നമ്മൾ മൈൻഡ് കൊണ്ട് പ്രിപ്പയർഡ് ആയിരിക്കുന്ന സമയമാണ് അതിന്റെ ആപ്റ്റ് ടൈം എന്ന് പറയുന്നത് അല്ലെ. അത് തന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അകലെയായി പോയി എന്നുള്ള ഒരു നിരാശയാണ് ഇപ്പൊ ചാൾസ് ലാംബിന് ഇവിടെ ഉള്ളത്. ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു വർക്കാണ് ഓക്സ്ഫോർഡ് ഇൻ ദ വെക്കേഷനും അതുപോലെ തന്നെ നമ്മുടെ ഡ്രീം ചിൽഡ്രൻ എ റെവറിയും. ഓക്കെ, വളരെ ഫേമസ് ആയിട്ടുള്ള ഏറ്റവും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള വർക്ക് ആയിട്ട് തന്നെ നമുക്ക് ഇതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. HSST ഇംഗ്ലീഷിന്റെ സിലബസിലും നമുക്കിത് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളായിരിക്കും ഉറപ്പായിട്ടും വരുന്നത്. അപ്പൊ എന്തായാലും ഈ ചുരുക്കം സമയത്തിനുള്ളിൽ ഈ 2 എസ്സേസും നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, സോ കീപ് ലേണിംഗ്. താങ്ക് യു.